കേരളത്തിലെ തൊഴിലാളി സമര ചരിത്രത്തിലെ വീറുറ്റ അധ്യായമായ കാലടി പ്ലാന്റേഷൻ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ CR ദാസ് ഒരുക്കിയ ചുവന്ന കാലടികൾ ഇനി ഇംഗ്ലീഷിലും. ദ റെഡ് ഫുഡ് സ്റ്റെപ്സ് എന്ന പേരിൽ B. അജിത് കുമാർ മൊഴിമാറ്റം നടത്തിയ നോവൽ ഇന്ന് തൃശൂർ ജവഹർ ബാലഭവനിൽ വെച്ച് പ്രകാശനം ചെയ്യും. തൊഴിലില്ലായ്മ മറികടക്കാൻ കേരളത്തിലെ ആദ്യ സർക്കാരാണ് വനഭൂമി ഏറ്റെടുത്ത് കാലടി പ്ലാന്റേഷൻ സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോഴേക്കും സർക്കാർ മാറി. പിന്നീട് വന്നവർ തൊഴിലാളി വിരുദ്ധ നിലപാട് സ്വീകരിച്ചു. കസ്റ്റമറി ബോണസിന്റെ പേരിൽ നിന്ന് ആരംഭിച്ച സമരം പിന്നീട് വ്യാപകമായി. സമരക്കാരോട് ഐക്യപ്പെട്ട് പാവങ്ങളുടെ പടത്തലവൻ AKG കൂടിയെത്തിയതോടെ കാലടി പ്ലാന്റേഷൻ സമരം കേരളത്തിലെ തൊഴിലാളി സമര ചരിത്രത്തിലെ ജ്വലിക്കുന്ന ഒരേടായി മാറി. കാലടി പ്ലാന്റേഷൻ സമര പശ്ചാത്തലത്തിൽ CR ദാസ് രചിച്ച നോവലാണ് ചുവന്ന കാലടികൾ. AKGയുടെ ജീവിതസഖിയായ സുശീല ഗോപാലൻ സമര പശ്ചാത്തലത്തിൽ നോവൽ എഴുതുന്ന ആഖ്യാന രീതിയാണ് ചുവന്ന കാലടികളിൽ പിന്തുടർന്നിരിക്കുന്നത്. ഈ കഥ പഠിച്ചപ്പോഴാണ് അങ്ങനൊരു ഇത് നോവലാക്കുക. ഇതെനിക്കൊരു വലിയ പ്രശ്നമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സുശീല എഴുതിയ ഒരു ഇത് കണ്ടു. AKG പറഞ്ഞിട്ടുണ്ട്, സമരം ചെയ്താൽ മാത്രമല്ല, നിങ്ങളുടെ പോരാട്ടങ്ങൾ നിങ്ങളത് എഴുതണം, അത് എഴുതി വയ്ക്കണം. അതിലൂടെ വരും തലമുറയ്ക്കും ഇപ്പോഴത്തെ തലമുറയ്ക്കും പ്രയോജനപ്പെടുമെന്ന്. അതിൽ നിന്നാണ് ഞാൻ നോവലിൻ്റെ ഇത് കണ്ടുപിടിച്ചത്. അങ്ങനെ വരുമ്പോൾ എന്ത് വേണം? സുശീല ഗോപാലൻ തൻ്റെ പ്രിയതമനെ എൻ്റെ ജീവിത പോരാട്ടങ്ങളുള്ള ഒരു നോവലാക്കി കഴിയുമെന്നുള്ളതാണ്. അങ്ങനെയാണിത് നമ്മൾ എഴുതിയപ്പോൾ ഇതിനാരംഭിച്ചത് തന്നെ ഇങ്ങനെയായിരുന്നു. അത് ഫ്രാൻസിസ് മാഷ് ഇവിടെയുള്ള വളരെ സ്നേഹസമ്പന്നനായ നല്ല കഴിവുള്ള ഫ്രാൻസിസ് മാഷ്, അതായത് ഈ AKGയുടെ ചിത്രത്തിൻ്റെ അവിടെ നോക്കി സുശീല എഴുതാൻ തുടങ്ങി. ശിവന്റെ കാലടികൾ എന്ന പേരിൽ തമിഴിലേക്ക് മുമ്പ് തന്നെ ചുവന്ന കാലടികൾ മൊഴിമാറ്റം ചെയ്തിട്ടുണ്ട്. ഹിന്ദി, കന്നഡ പരിഭാഷകളുടെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഇംഗ്ലീഷ് പരിഭാഷ ദ റെഡ് ഫുഡ് സ്റ്റെപ്സ് ശനിയാഴ്ച രാവിലെ 11-ന് ജവഹർ ബാലഭവനിൽ വെച്ച് പ്രകാശനം ചെയ്യും.